കഥയെ ആരംഭിക്കുന്നത് 1941 രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. അലൻ അലക്സാണ്ടർ മിൽനെ എന്നുപേരുള്ള വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു. അദ്ദേഹത്തെ തേടി അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ടെലഗ്രാം എത്തുകയായിരുന്നു. അദ്ദേഹം അത് തുറന്നു നോക്കി. ഒരു സ്ത്രീയിൽ നിന്നാണ് ആ ടെലഗ്രാം വന്നിരിക്കുന്നത്. അത് വായിച്ചതും അദ്ദേഹം വളരെയധികം വികാരാധീനനായി. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുന്നു. വർഷം 1916, ഒന്നാം ലോക മഹായുദ്ധകാലം. അലൻ അലക്സാണ്ടർ അന്ന് യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു. യുദ്ധമൊക്കെ അവസാനിച്ചപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യയുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. പീസ് പ്ലഡ്ജ് യൂണിയനുമായി കരാറിലെത്തിയ മികച്ചൊരു എഴുത്തുകാരനായിരുന്നു അലൻ. അദ്ദേഹം കവിതകളും നാടകങ്ങളും ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. സമാധാനത്തിന്റെ നാളുകൾ ലോകത്തെങ്ങും നിലകൊണ്ടുവന്ന കാലം. അലനും തന്റെ ജീവിതം ആരംഭിച്ചു. ഭാര്യ ഡാഫ്നിക്കൊപ്പമുള്ള മനോഹരമായ ഒരു കാലം. അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി വിരുന്നിനെത്തി. അവർ അവന് ക്രിസ്റ്റഫർ റോബിൻ എന്ന് പേരിട്ടു. സ്നേഹത്തോടെ ബില്ലി മൂണെന്ന് വിളിച്ചു. പക്ഷേ അലന്റെ ഭാര്യയ്ക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നതിൽ അത്ര വലിയ സന്തോഷമുണ്ടായിരുന്നില്ല. അവൾ ആഗ്രഹിച്ചിരുന്നതും ഇഷ്ടപ്പെട്ടിരുന്നതും ഒരു പെൺകുട്ടി ജനിക്കണമെന്നായിരുന്നു. വീട്ടിലൊരു പെൺകുട്ടി വേണം എന്നവൾ എപ്പോഴും പറയുകയും ചെയ്യുമായിരുന്നു. ഒരു ഘട്ടത്തിൽ കുട്ടി ജനിച്ചതിനു ശേഷം അവൾ അലനോട് പറഞ്ഞു, എനിക്ക് ഇവനെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം അവൻ വളർന്നു കഴിയുമ്പോ നിങ്ങളെപ്പോലെ അവനും യുദ്ധത്തിന് പോകും. ഒരു പ്രതീക്ഷയുമില്ലാതെ നിങ്ങളെ കാത്തിരുന്നത് പോലെ അവനു വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് കരുത്തില്ല. അവർക്ക് ക്രിസ്റ്റഫർ റോബിനെ നോക്കാൻ ഒരു മനസ്സുമുണ്ടായിരുന്നില്ല. വൈകാതെ അവരൊരു നാനിയെ തേടി. ക്രിസ്റ്റഫറിനെ നോക്കുവാൻ മികച്ചൊരു നാനിയെ അവർ ഇന്റർവ്യൂ ചെയ്ത് അപ്പോയിന്റ് ചെയ്തു. ഒലീവ് എന്നായിരുന്നു അവരുടെ പേര്. ഒലീവ് ക്രിസ്റ്റഫറിനെ ജീവന് തുല്യം സ്നേഹിച്ചു. 3 വർഷക്കാലം വളരെ വേഗത്തിലങ്ങ് ഒഴുകിപ്പോയി. ക്രിസ്റ്റഫറിന് 3 വയസ്സായെങ്കിലും ഈ കാലമത്രയും ഒലീവ് മാത്രമായിരുന്നു അവനെ പരിപാലിച്ചിരുന്നത്. അവന്റെ മാതാപിതാക്കളാകട്ടെ പാർട്ടിയിലും ജോലി തിരക്കിലുമൊക്കെ പെട്ട് എപ്പോഴും ഓടി നടക്കുകയായിരുന്നു. അലൻ നിരന്തരം നാടകങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ തുടർച്ചയായ എഴുത്തും ജീവിത തിരക്കുകളും അദ്ദേഹത്തെ ഒരു മടുപ്പിലേക്ക് എത്തിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് എഴുതാൻ പോലും പറ്റാതായി. റൈറ്റേഴ്സ് ബ്ലോക്ക്. പുതുതായി എന്തെങ്കിലും എഴുതണം. പക്ഷെ ആ ചുറ്റുപാടുകൾ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനാണ് എഴുതാൻ വേണ്ടി പ്രശാന്തമായ ഒരു സ്ഥലം തേടി കുടുംബത്തിനൊപ്പം അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് താമസം മാറുന്നത്. കാടിനാൽ ചുറ്റപ്പെട്ട പച്ചപ്പ് നിറഞ്ഞു നിന്ന അതിസുന്ദരമായ ഒരു ഇടമായിരുന്നു അത്. വലിയൊരു വീട്ടിലേക്കാണ് അവർ എത്തിപ്പെട്ടതും. അങ്ങോട്ടേക്ക് താമസം മാറുന്നതിൽ അലന്റെ ഭാര്യയ്ക്ക് വല്ല താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അലൻ എഴുതണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നു അതിനവർ തയ്യാറായത്. അങ്ങോട്ടേക്ക് എത്തിയ ശേഷവും അലന് കാര്യമായിട്ടൊന്നും അങ്ങ് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താമസം മാറി അവിടെ എത്തിയപ്പോ ക്രിസ്റ്റഫറിന്റെ അമ്മ ഡാഫ്നി അവന് കുറച്ച് കളിപ്പാട്ടങ്ങൾ കൊടുത്തു. ഒരു ടെഡി ബിയർ, ഒരു പന്നി, ഒരു കടുവ, പിന്നെ ഒരു കഴുതയും. ആ കളിപ്പാട്ടങ്ങൾ ലഭിച്ചപ്പോൾ ക്രിസ്റ്റഫർ വളരെയധികം സന്തോഷിച്ചു. ടെഡി ബിയറിന്റെ പേരെന്താ അവൻ അമ്മയോട് ചോദിച്ചു. എഡ്വേർഡ് എന്നായിരുന്നു അമ്മയുടെ മറുപടി. അവൻ ആ കളിപ്പാട്ടങ്ങൾ വെച്ച് സന്തോഷത്തോടെ കളിക്കാനും തുടങ്ങി. ഒരു ദിവസം അലൻ കാട്ടിലേക്ക് ചുമ്മാ നടക്കുകയായിരുന്നു. എന്തെങ്കിലും ആശയം കിട്ടുമോ എന്നൊക്കെയാണ് അലന്റെ തലയിൽ. ഈ സമയം അത് കണ്ട് ക്രിസ്റ്റഫറും അദ്ദേഹത്തെ പിന്തുടർന്നു ചെല്ലാൻ തുടങ്ങി. ക്രിസ്റ്റഫർ പുറകെ വരുന്നത് കണ്ട് അലൻ അവനോട് വീട്ടിലേക്ക് തിരികെ പോവാൻ പറഞ്ഞെങ്കിലും താനും കൂടെ വന്നോട്ടെ എന്ന് ക്രിസ്റ്റഫർ നിഷ്കളങ്കമായി ചോദിച്ചു. തന്റെ മകനല്ലേ, അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, കൂടെ പോരടാ എന്ന് അവനും പറഞ്ഞു. അങ്ങനെ ക്രിസ്റ്റഫറിനെയും കൂട്ടി അലൻ കാടിനുള്ളിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് ഇരുവരും സംസാരിക്കുന്നുമുണ്ട്. പോകുന്ന വഴിക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന കഴുതയുടെ പാവയ്ക്ക് എന്തെങ്കിലും ഒരു പേരിടാമോ എന്നച്ഛനോട് അവൻ ചോദിച്ചു. അലൻ പറഞ്ഞു, ഇയോർ. ആഹാ, നല്ല പേര്. ക്രിസ്റ്റഫറിന് വലിയ സന്തോഷമായി. മുമ്പോട്ടേക്ക് നടക്കുമ്പോഴാണ് തേനീച്ചകളുടെ ഒരു മൂളൽ അലൻ കേൾക്കുന്നത്. പെട്ടെന്ന് ഒരു ട്രോമ അലനെ ബാധിച്ചു. തേനീച്ചകളുടെ ആ മൂളൽ അലനെ അവൻ യുദ്ധം ചെയ്ത ഭൂമികയെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ഭീകരയോർമ്മകൾ അത് അദ്ദേഹത്തെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. അച്ഛന്റെ അവസ്ഥ ക്രിസ്റ്റഫറിന് ഏറെക്കുറെ മനസ്സിലായി. ക്രിസ്റ്റഫർ അച്ഛനോട് പറഞ്ഞു, ഫാദർ, അത് വെറും തേനീച്ചകളാണ്. അതതിന്റെ ഭക്ഷണം തേടി വന്നതാ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ മാത്രമായിരുന്നു അലൻ കുറച്ച് ആശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നത്. അവർ വീണ്ടും കുറച്ചുകൂടി നടന്നു. പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീട്ടിലെത്തിയപ്പോ അവിടെ ഭാര്യ അലനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അലനോട് വലിയ വായിൽ അവർ സംസാരിച്ചു തുടങ്ങി. ഇങ്ങോട്ടേക്ക് നിങ്ങൾ എഴുതാനെന്നും പറഞ്ഞല്ലേ വന്നത്, എന്നിട്ടിപ്പോ എന്താ ഒന്നും തന്നെ എഴുതുന്നില്ല? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ജനങ്ങൾക്കാർക്കും യുദ്ധത്തിനു ശേഷം പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാം നാശമായി കിടക്കുകയാണ്. ആളുകളുടെ ജീവിതം തന്നെ ആകെ നിറം കെട്ടുപോയി. യുദ്ധത്തിനെതിരെ ആളുകളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പുസ്തകം എഴുതാൻ സാധിച്ചാൽ അതവരുടെ ജീവിതത്തിന് നിറം പകരും.
അത് നല്ലൊരു വളർച്ചയും നിങ്ങൾക്ക് തരും. നിങ്ങളൊരു എഴുത്തുകാരനാണ്, എന്നിട്ടിപ്പോൾ ഒന്നും എഴുതുന്നുമില്ല. ഇത് കണ്ടുകൊണ്ട് ഇവിടെ തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അലൻ എഴുതാത്തതിൽ പ്രതിഷേധിച്ച് താൻ ലണ്ടനിലേക്ക് പോവുകയാണ് എന്ന് ഡെഫിനി വ്യക്തമാക്കി. അലൻ ഇനി എഴുതി തുടങ്ങുമ്പോൾ മാത്രമേ മടങ്ങി വരൂ എന്നും അവൾ പറഞ്ഞു. അലന് ഡെഫിനിയെ തടയാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഡെഫിനി ലണ്ടനിലേക്ക് പോവാൻ ഇറങ്ങിയപ്പോൾ അങ്ങോട്ടേക്ക് ഞാനി വന്നു. ഞാനി പറഞ്ഞു, എങ്കിൽ ഞങ്ങളും കൂടെ വരാം. ക്രിസ്റ്റഫറിനെ നമുക്ക് അവിടുത്തെ സൂ ഒക്കെ കാണിച്ചു കൊടുക്കാലോ, അവന് വലിയ സന്തോഷമാകും. അങ്ങനെ ഡെഫിനിക്കൊപ്പം ക്രിസ്റ്റഫറും ഞാനിയും കൂടി ലണ്ടനിലേക്ക് പോയി. അവർ അവിടുത്തെ സൂവിൽ ചെന്നു. ചുറ്റിക്കണ്ട് നടക്കാൻ ആരംഭിച്ചു. മൃഗങ്ങളെയൊക്കെ കണ്ട് ക്രിസ്റ്റഫർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു ഭീമാകാരൻ കരടിയെ ക്രിസ്റ്റഫർ നോക്കിക്കാണുന്നത്. അമ്മയ്ക്കടുക്കൽ അവൻ ചോദിച്ചു, അമ്മേ, ആ വലിയ കരടിയുടെ പേരെന്താ? വിന്നി ദ പൂ എന്നാണ് അതിന്റെ പേര് എന്നായിരുന്നു ഡെഫിനി പറഞ്ഞത്. അത് വിന്നി ദ പൂ എന്ന പാക്കിൽ നിന്നുള്ളതാണെന്നും അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്നും ഡെഫിനി കൂട്ടിച്ചേർത്തു. ഡെഫിനി ലണ്ടനിൽ നിന്ന് മടങ്ങിയില്ല. ക്രിസ്റ്റഫറും ഞാനിയും അലനുള്ള ആ വലിയ വീട്ടിലേക്ക് തന്നെ മടങ്ങി. അടുത്ത ദിവസം ഞാനിക്ക് 3 ദിവസത്തെ അവധിയെടുക്കേണ്ടി വന്നു. അവരുടെ അമ്മയുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അവരെ പോയി കാണാൻ വേണ്ടിയാണ് അവർ പോയത്. വീട്ടിലെ പാചകക്കാരനും നേരത്തെ തന്നെ അവധിയിലായിരുന്നതുകൊണ്ട് വീട്ടിൽ ക്രിസ്റ്റഫർ റോബിനും അവന്റെ അച്ഛൻ അലനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം രാവിലെ അലൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്റ്റഫർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ക്രിസ്റ്റഫർ പറഞ്ഞു, അച്ഛൻ യുദ്ധത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുകയാണ് എന്ന് എനിക്കറിയാം. അത് നല്ലൊരു ആശയവുമാണ്. പക്ഷേ അച്ഛൻ എന്നെപ്പോലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും എഴുതിയാൽ ഞാൻ അത് വായിക്കാം. അലൻ മോനോട് ചോദിച്ചു, നീ എന്റെ കൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ? ക്രിസ്റ്റഫർ സന്തോഷത്തോടെ തലയാട്ടി. അവരിരുവരും കൂടി പുറത്തേക്ക് നടന്നു. അങ്ങനെ നടക്കുമ്പോ താൻ മൃഗശാലയിൽ വെച്ച് കണ്ട വിന്നി എന്ന കരടിയെക്കുറിച്ച് ക്രിസ്റ്റഫർ തന്റെ അച്ഛനോട് വിവരിച്ചു. വിന്നി എന്ന പേര് വരാൻ കാരണം അത് വിന്നി പാക്കിൽ നിന്നുള്ളതുകൊണ്ടാ എന്നും അവൻ പറഞ്ഞു വെച്ചു. വേട്ടക്കാർ അതിന്റെ അമ്മയെ കൊന്നതും പിന്നീടത് മൃഗശാലയിൽ എത്തിയതും അവിടെ എല്ലാവരും അതിനെ നോക്കി നിൽക്കുന്നതുമെല്ലാം അവരെങ്ങനെ അച്ഛനോട് സംസാരിക്കുന്നതിന്റെ ത്രില്ലിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അവരങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കാടിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോ അലൻ മോനോട് പറഞ്ഞു, ഇവിടെ തേനീച്ചകളുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ കരടികളും ഉണ്ടാകും. ഏയ്, ഒരിക്കലുമില്ല, ഈ കാട്ടിലെ കരടികളൊന്നും ഉണ്ടാവില്ല, ക്രിസ്റ്റഫർ തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് അലൻ മറഞ്ഞിരുന്ന് ദൂരെ മരത്തിന് മുകളിലിരിക്കുന്ന ഒരു കരടിയെ അവനെ കാണിച്ചു കൊടുത്തത്. ദേ എന്ന് പറഞ്ഞ് അലൻ കരടിയെ കാണിക്കാൻ കൈ ചൂണ്ടിയതും ക്രിസ്റ്റഫർ ഒന്ന് ഭയന്നിരുന്നു. പിന്നെ അവൻ നോക്കിയപ്പോഴല്ലേ അതിന്റെ രസം അവന് പിടികിട്ടിയത്. അവിടെ ഉണ്ടായിരുന്നത് ക്രിസ്റ്റഫറിന്റെ അമ്മ അവന് നൽകിയ എഡ്വേർഡ് എന്ന ആ ടെഡി ബിയർ ആയിരുന്നു. അച്ഛൻ അവനൊപ്പം കളിക്കാൻ വേണ്ടി അതവിടെ കൊണ്ടുവച്ചതാണ്. ഇത് കണ്ടപ്പോ ക്രിസ്റ്റഫറിന് വലിയ സന്തോഷമായി. ക്രിസ്റ്റഫർ അച്ഛനോട് പറഞ്ഞു, ഇന്നു മുതല് ഞാൻ ഈ കരടിക്കുട്ടിയെ വിന്നി എന്ന വിളിക്കാൻ പോകുന്നേ. അങ്ങനെ അവൻ തന്റെ ആ കളിപ്പാട്ടത്തിന് വിന്നി എന്ന് പേരിട്ടു. എന്തായാലും ആ കറക്കത്തിന് ശേഷം അവർ തിരികെ വീട്ടിലെത്തി രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ മേശപ്പുറത്തു നിറയെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അലൻ അവന്റെ എല്ലാ കളിപ്പാട്ടങ്ങളും അവിടെ കൊണ്ടുവന്ന് നിരത്തി വെച്ചു. ഓരോ ടേബിളിൽ കൂടെ കഴിക്കാനിരിക്കുന്ന പോലെ അവന്റെ അച്ഛനും ആ കളിയിൽ അവന്റെ ഒപ്പം കൂടി. അച്ഛൻ ആദ്യമായിട്ടായിരുന്നു ക്രിസ്റ്റഫറിനൊപ്പം ഇത്ര നേരം കളിക്കുന്നത്. അതവൻ ഒരുപാട് ആസ്വദിക്കുന്നുമുണ്ട്. അങ്ങനെ ആ കളിക്കിടയിൽ അദ്ദേഹം കുറേയധികം കഥകൾ മെനഞ്ഞു. ടൈഗറിന് ടൈഗർ എന്നും കരടിക്കുട്ടിക്ക് വിന്നി എന്നും കഴുതിക്ക് ഇയോർ എന്നും പിഗ്ലെറ്റിന് പിഗ്ലെറ്റ് എന്നും പേരിട്ട് വിളിച്ചു. ആ കഥയും കഥാപാത്രങ്ങളുമൊക്കെ ക്രിസ്റ്റഫറിന് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതങ്ങനെ ഡെവലപ്പായപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് അലനും തോന്നുകയും ചെയ്തു. അലൻ അങ്ങനെയാണ് നഗരത്തിൽ നിന്നും തന്റെ സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നത്. അദ്ദേഹം ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് ആണ്. ക്രിസ്റ്റഫറിന്റെയും അവന്റെ കളിപ്പാട്ടങ്ങളുടെയും നിരവധി ചിത്രങ്ങൾ അദ്ദേഹം വരച്ചുവെച്ചു. തന്റെ കഥാപുസ്തകത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ഈ ഒരു സമയത്താണ് അലനൊരു കവിത എഴുതിയത്. അതവൻ തന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. വിസ്പേഴ്സ് എന്നായിരുന്നു ആ കവിതയുടെ പേര്. അലൻ ആ പോയം ഡെഡിക്കേറ്റ് ചെയ്തത് തന്റെ ഭാര്യയ്ക്കാണ്. തന്റെ കയ്യിലെത്തിയ കവിത ഡെഫിനി വായിച്ചു. അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അധികം വൈകാതെ ഡെഫിനി വീട്ടിലേക്ക് മടങ്ങിയെത്തി. അലൻ എഴുതി തുടങ്ങിയല്ലോ എന്ന സന്തോഷം അവർക്കുണ്ടായിരുന്നു. അലനും ഡെഫിനിയും മാത്രമുള്ള സമയത്ത് ഡെഫിനി കവിതയെപ്പറ്റി അലനോട് സംസാരിച്ചു. വാനിറ്റി ഫെയർ എന്നൊരു ഫേമസ് പുസ്തകത്തിൽ അവൾ ആ കവിത പ്രസിദ്ധീകരിച്ചിരുന്നു. ജനങ്ങൾക്കൊക്കെ അതൊരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും വിന്നി ദ പൂ എന്ന ആ ക്യാരക്ടറിനെ. അത് അലന്റെ പ്രതീക്ഷ ഉണർത്തിയിരുന്നു. അലൻ അതോടെ തന്റെ പുതിയ ബുക്കിൽ കൂടുതലായി വർക്ക് ചെയ്യാൻ തുടങ്ങി. വിന്നി ദ പൂ എന്ന ആ ക്യാരക്ടർ വെച്ച് ബുക്ക് എഴുതാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. ആലോചനയിൽ മുഴുകി രാത്രിയും പകലുമില്ലാതെ അദ്ദേഹം ആ പുസ്തകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒടുവിൽ പുസ്തകം പൂർത്തിയായി. അത് പ്രസിദ്ധീകരിച്ചു. അത് അലന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെ ഒരൊറ്റ രാത്രി കൊണ്ട് അലൻ വളരെയധികം പ്രശസ്തനായി. അദ്ദേഹം നേരത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിരുന്നുവെങ്കിലും വിന്നി ദ പൂ എന്ന ആ പുസ്തകത്തിന്റെ വരവോടെ അദ്ദേഹത്തിന്റെ പഴയ കൃതികളെല്ലാം വിസ്മൃതിയിലാണ്ടു. ജനങ്ങൾ വിന്നി ദ പൂ എന്ന ആ പുസ്തകത്തെ അത്രമേൽ സ്നേഹിച്ചു. പുസ്തകത്തിലെ ക്രിസ്റ്റഫർ റോബിൻ എന്ന പയ്യൻ ഒരു യഥാർത്ഥ വ്യക്തിയാണ്
ആരാണ് എന്നുകൂടി അറിഞ്ഞപ്പോ ജനങ്ങളുടെ ജിജ്ഞാസ വർദ്ധിച്ചു. എല്ലാവർക്കും ക്രിസ്റ്റഫറിനെ കാണണമെന്നും അവനെക്കുറിച്ച് അറിയണമെന്നും ഒരുപാട് ആഗ്രഹം തോന്നി. ആ അവസരം മുതലെടുക്കാനും അതിൽ നിന്ന് നല്ല വരുമാനമുണ്ടാക്കാനും അലനും ഭാര്യയും ചേർന്ന് ആലോചിച്ചു. വിനീതപ്പൂ എന്ന പേരിൽ കരടിക്കുട്ടികൾ ഇറക്കി അവർ കച്ചവടം ചെയ്തു. ക്രിസ്റ്റഫറിന്റെ കാര്യത്തിലും അവർ ചിലതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ആ സമയത്താണ് അവന്റെ നാനി അങ്ങോട്ടേക്ക് മടങ്ങിയെത്തുന്നത്. അമ്മ സുഖമില്ലാത്തത് കൊണ്ടായിരുന്നല്ലോ അവർ പോയത്. അവരുടെ അമ്മ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് കുറച്ചധികം നാളുകൾ അവർക്ക് നാട്ടിൽ തുടരേണ്ടി വന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അവരെ കണ്ടതും ക്രിസ്റ്റഫർ വളരെയധികം സന്തോഷിച്ചിരുന്നു. അങ്ങോട്ടേക്കെത്തിയ അലനെടുക്കൽ ഞാനി പറഞ്ഞു, ക്രിസ്റ്റഫറിനെ കുറിച്ച് നിങ്ങൾ എഴുതിയ കവിതയില്ലേ, അത് ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടു. ജനങ്ങൾ ആ കവിത ഇത്രയധികം ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ട്ടോ. പക്ഷേ ക്രിസ്റ്റഫർ റോബിൻ പ്രശസ്തനായതോടെ അവന്റെ ജീവിത രീതി തന്നെ പൂർണ്ണമായും മാറാൻ തുടങ്ങി. ദിവസവും അവൻ ആരാധകരുടെയും അഭ്യുതാകാംക്ഷികളുടെയും നിരവധി കത്തുകൾ വരാൻ തുടങ്ങി. അവന് പാർട്ടികളിൽ പങ്കെടുക്കേണ്ടി വന്നു. ആളുകൾ അവനൊപ്പം ഫോട്ടോ എടുക്കാനും അവന്റെ ഓട്ടോഗ്രാഫ് വാങ്ങാനും തിരക്കുകൂട്ടി. പക്ഷേ കുട്ടിയായ ക്രിസ്റ്റഫറിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവന്റെ അച്ഛനും അമ്മയും അവനെ വെച്ച് പണമുണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവനാകട്ടെ തന്റെ അച്ഛനൊപ്പം കാട്ടിൽ കളിച്ചു നടക്കാനാണ് ആഗ്രഹം. കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ ആഗ്രഹം, ഒരു കുട്ടിയുടെ മനസ്സ്. പക്ഷെ അവന്റെ കളിസമയമൊക്കെ അവനപ്പോൾ കയ്യെത്തും ദൂരത്തിനപ്പുറമായിരുന്നു. അച്ഛനും അമ്മയും പാർട്ടിയും ജോലി തിരക്കുമൊക്കെയായി അതിന്റെ തിരക്കുകളിൽപ്പെട്ട് നടക്കുകയാണ്. അച്ഛന്റെ കൂടെ കളിക്കാൻ അവനൊരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അവന് നൽകാൻ അലന്റെ പക്കൽ സമയമില്ല. ക്രിസ്റ്റഫറിനെ അത് വല്ലാതെ നൊമ്പരപ്പെടുത്തി. ക്രിസ്റ്റഫർ സങ്കടത്തിലാവുന്നതും അവന്റെ ജീവിതം ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നതും അവന്റെ നാനിയും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവനൊരിക്കലും ഈ ജീവിതം ആഗ്രഹിക്കുന്നില്ലെന്നും അച്ഛനോടൊപ്പം കാട്ടിൽ കളിച്ചു നടന്ന ആ പഴയ ജീവിതം തിരികെ ലഭിക്കാനാണ് അവൻ ആഗ്രഹമെന്നും അവർക്കറിയാമായിരുന്നു. അഭിമുഖങ്ങളുടെയോ ഗ്ലാമറിന്റെയോ ലോകത്ത് ജീവിക്കാൻ ക്രിസ്റ്റഫർ റോബിൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അവന്റെ മാതാപിതാക്കൾക്കാകട്ടെ അത് മനസ്സിലാക്കാനും സാധിച്ചില്ല. ക്രിസ്റ്റഫറിന്റെ ഏക ആശ്വാസം നാനിയുടെ സ്നേഹം മാത്രമായിരുന്നു. പക്ഷേ നാളുകൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകളുടെ ജീവിതങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കും. ക്രിസ്റ്റഫറിന്റെ നാനിയും ഒരു പ്രണയബന്ധത്തിലകപ്പെട്ടു. ആൽഫ്രഡ് എന്നായിരുന്നു കാമുകന്റെ പേര്. ഇതറിഞ്ഞപ്പോ ക്രിസ്റ്റഫറിന് വലിയ വിഷമം തന്നെ തോന്നി. കാരണം നാനി മറ്റാരുടെയെങ്കിലും കൂടെയാവുന്നത് അവന് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. നാനി അവനെ സ്വന്തം മകനെ പോലായിരുന്നു സ്നേഹിച്ചിരുന്നത്. നാനി വിവാഹം കഴിച്ചാൽ തന്നെ എന്നേക്കുമായി വിട്ടുപോകും എന്ന് ക്രിസ്റ്റഫർ ചിന്തിച്ചു. അവൻ ഇക്കാര്യം തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. ദുഃഖത്തോടെയായിരുന്നു അവനത് പറഞ്ഞത്. വിവരമറിഞ്ഞതും ക്രിസ്റ്റഫറിന്റെ അമ്മ ഡെഫിനി നാനിയെ വിളിച്ച് വലിയ തോതിൽ ശകാരിക്കാൻ തുടങ്ങി. ഓ, ഇപ്പോഴല്ലേ മനസ്സിലായത് അവനെന്താ ഇത്ര സങ്കടത്തിലിരിക്കുന്നതെന്ന്. കുറച്ചായി അവന്റെ സങ്കടം കാണുന്നു. നാനിക്ക് അത് കേട്ടതും അത്യാവശ്യം നല്ലൊരു ദേഷ്യം തന്നെ തോന്നിയിരുന്നു. അവനെ പേരൻസ് തിരിഞ്ഞു പോലും നോക്കാറില്ല. എന്നിട്ടാണ് ഈ ശകാരം. ദേഷ്യത്തിലും സങ്കടത്തിലും നാനി അലനടുക്കൽ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തീരെ ശരിയല്ല. നിങ്ങളുടെ പുസ്തകങ്ങൾ വിൽക്കാൻ വേണ്ടി നിങ്ങൾ അവനെ ഉപയോഗിക്കുക മാത്രമാണിപ്പോ ചെയ്യുന്നത്. നിങ്ങളുടെ അഭാവം അവനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നവനെ ബോധ്യപ്പെടുത്തുകയെങ്കിലും ചെയ്യൂ. ഡെഫനിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഡെഫനി ചെറിയ ദേഷ്യത്തിൽ പറഞ്ഞു, അവന് ജന്മം കൊടുത്തത് ഞാനാ. അവനെ ഞാൻ കുറച്ചുകാലം പരിപാലിച്ചിട്ടുമുണ്ട്. ഉടൻ വന്നു നാനിയുടെ മറുപടി, അതെ, നിങ്ങൾ ജന്മം കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളും കുട്ടികൾക്ക് ജന്മം കൊടുക്കാറുണ്ട്. പക്ഷെ അവരെ മര്യാദക്ക് വളർത്താറില്ല. നിങ്ങളും അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. ആ ജോലി വിട്ടുപോകാൻ തന്നെ നാനി തീരുമാനിച്ചിരുന്നു. പോകുന്നതിനു മുമ്പ് അവർ അലന്റെ അടുക്കൽ പറഞ്ഞു, ക്രിസ്റ്റഫറിന് നിങ്ങളെ ആവശ്യമുണ്ട്. ദയവ് ചെയ്ത് അവന്റെ കൂടെ നിൽക്കൂ. അവന്റെ നാനി പോകുന്നതിൽ ക്രിസ്റ്റഫറും വലിയ ദുഃഖിതനായിരുന്നു. പക്ഷേ നാനിക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. തന്റെ ജീവിതവും അവർക്ക് നോക്കണമല്ലോ. ആൽഫ്രഡ് അവരെ കൊണ്ടുപോവാൻ വന്നിരുന്നു. നാനിയുടെ വാക്കുകളും അവിടെ നിന്നുള്ള ആ മടക്കവുമെല്ലാം അലന്റെ കണ്ണു തുറപ്പിച്ചിരുന്നു. അലൻ താൻ ചെയ്ത പ്രവൃത്തികളെപ്പറ്റി ചിന്തിച്ചു. ക്രിസ്റ്റഫർ ഒരു കുട്ടിയാണ്. ഇന്റർവ്യൂ കൊടുക്കാനും പാർട്ടികളിൽ പങ്കെടുക്കാനും അതിന്റെ പുറകെ നടക്കാനുമുള്ള പ്രായമൊന്നുമല്ല അവന്റേത്. നിഷ്കളങ്കമായി കളിക്കേണ്ടുന്ന പ്രായം. ഒരു ദിവസം അദ്ദേഹം തന്റെ മകനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിനി മുതൽ ക്രിസ്റ്റഫർ റോബിനെ പറ്റി ഒന്നും തന്നെ എഴുതില്ല. വിനീത പൂവിനെ പറ്റിയോ പിക്ലെറ്റിനെ പറ്റിയോ ഒന്നും എഴുതില്ല. ക്രിസ്റ്റഫർ ഉടൻ ചോദിച്ചു, അപ്പോ വിനീത പൂ ഇനി നമ്മുടേത് മാത്രമാകുമോ? അലന്റെ മറുപടി വന്നു, ഒരിക്കലും അതിന് സാധ്യമല്ല. അത് ലോകത്തിന്റേതായി കഴിഞ്ഞു. പക്ഷേ ഞാൻ നിനക്ക് വാക്കു തരുന്നു, ഇനി ഞാൻ അതിനെപ്പറ്റി ഒന്നും തന്നെ എഴുതില്ല. നിനക്കിനി മറ്റുള്ളവരുടെ കൂടെ പാർട്ടിയിൽ പങ്കെടുക്കാനോ ചായ കുടിക്കാനോ ഒന്നും പോവേണ്ടി വരില്ല. നിനക്ക്
എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ളത് അതുമാത്രം ഇനി മുതൽ നീ ചെയ്താൽ മതി. അച്ഛന്റെ വാക്കുകൾ അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു. നാളുകൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി. അവന്റെ അച്ഛൻ അവനെ ഒരു ബോർഡിംഗ് സ്കൂളിലാക്കി. പക്ഷെ അവിടുത്തെ ജീവിതം അവന് നരകതുല്യമായിരുന്നു. അച്ഛൻ എഴുതിയ വിനീതപ്പൂ എന്ന പുസ്തകത്തിന്റെയും മറ്റും പേര് പറഞ്ഞ് അവനെപ്പോഴും ബുള്ളി ചെയ്യപ്പെട്ടു, കളിയാക്കപ്പെട്ടു. അതെല്ലാം തന്നെ അവനിൽ ഒരുപാട് മുറിപ്പാടുകൾ തീർത്തിരുന്നു. ഋതുക്കൾ മാറി വന്നു. കാലം വീണ്ടും ഒരുപാട് മുന്നോട്ടേക്ക് കുതിച്ചു. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലം. സൈന്യത്തിൽ ചേരാൻ ക്രിസ്റ്റഫർ റോബിൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവൻ അതിനുവേണ്ടി സെലക്ഷന് പോയി. പക്ഷേ നിർഭാഗ്യവശാൽ മെഡിക്കലിൽ അവൻ പരാജയപ്പെട്ടു. അവൻ ആർമിയിൽ ചേരണമെന്ന് അത്രമേൽ ആഗ്രഹമുണ്ടായിരുന്നു. തന്റെ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എല്ലാത്തിലും ഉപരിയായി തന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഒരു അവസരം കിട്ടിയപ്പോൾ അവൻ ആ വിഷയത്തെപ്പറ്റി അച്ഛനോട് സംസാരിച്ചു. അച്ഛാ, എനിക്കറിയാം നിങ്ങൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ടെന്ന്. അച്ഛൻ വിചാരിച്ചാൽ മെഡിക്കലിൽ എന്നെ പാസ്സാക്കാൻ സാധിക്കും. ഈ രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും മനസ്സിലും നിങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ എഴുത്തിലൂടെ മാത്രം. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, അച്ഛൻ ആ സ്ഥാനം പിടിക്കാൻ കാരണം ഞാനായിരുന്നു, എന്റെ കഥകളായിരുന്നു. കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം. അലന് മകൻ സൈന്യത്തിൽ പോകുന്നത് കാണാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ അതവന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അലൻ വേണ്ടത് ചെയ്തു. മെഡിക്കൽ പാസ്സായി സൈന്യത്തിൽ പോവാൻ അവൻ അവസരം കിട്ടി. സൈന്യത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ക്രിസ്റ്റഫർ തന്റെ അച്ഛനെ കണ്ടു. ഒന്നിച്ച് ഒരു ചായ കുടിച്ച് സംസാരിക്കുമ്പോ ക്രിസ്റ്റഫർ അച്ഛനോട് പറഞ്ഞു, ആ കരടി വിനീതപ്പൂ അതെന്റെ ജീവിതം നശിപ്പിച്ചു. ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നെ തിരിച്ചറിയും. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ആ കാട്ടിൽ അച്ഛനോടൊപ്പം ഒരുപാട് സന്തോഷത്തോടെ കളിച്ചിരുന്നു. അത് നമ്മുടെ ഏറ്റവും മികച്ച നിമിഷങ്ങളുമായിരുന്നു. പക്ഷേ അച്ഛൻ അതിനെപ്പറ്റി ബുക്ക് എഴുതി. അതോടെ അതൊന്നും നമ്മുടേതല്ലാതായി മാറി. ജീവിതവും എല്ലാം തന്നെ മാറി മറിഞ്ഞു. അച്ഛനതിലൊന്നും ഒരിക്കലും ഒരു ദുഃഖം പോലും തോന്നിയിട്ടില്ലല്ലോ. അലൻ പക്ഷേ അതിനെ എതിർത്തു. അദ്ദേഹം പറഞ്ഞു, അങ്ങനല്ല, ഞാൻ എഴുത്ത് നിർത്തിയ ദിവസമായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം. ഓഹോ, എന്നിട്ടും അച്ഛൻ ആ പുസ്തകങ്ങൾ ഒരുപാട് വിറ്റല്ലോ. നീയല്ലേ നിനക്ക് വേണ്ടി എഴുതാൻ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടി എഴുതാനാണ് പറഞ്ഞത്, എന്നെപ്പറ്റി മറ്റുള്ളവർക്ക് വേണ്ടി എഴുതാനല്ല. തന്റെ ബാല്യം വലിയ തോതിൽ നഷ്ടപ്പെട്ടതിൽ ക്രിസ്റ്റഫറിനെപ്പോഴും ദുഃഖവും പരിഭവവും വേദനയും ഉണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് ട്രെയിനിൽ യുദ്ധത്തിനായി പുറപ്പെട്ടു. അലൻ വേദനയോടെ മകനെ യാത്രയാക്കി. അവനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് തിരികെ വരുന്നു. അലന്റെ കയ്യിൽ ആ ടെലഗ്രാം ലഭിച്ചല്ലോ. അദ്ദേഹം അത് തുറന്നു വായിച്ചു. അതിലെഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു: നിങ്ങളെ ഈ വിവരമറിയിക്കുന്നതിൽ ദുഃഖമുണ്ട്. സെക്കൻഡ് ലഫ്റ്റനന്റ് ക്രിസ്റ്റഫർ റോബിൻ മിൽനെ നിലവിൽ മിസ്സിംഗ് ആണ്, മരണപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ആ ടെലഗ്രാം വായിച്ചതും അദ്ദേഹം ആകെ തകർന്നുപോയി. അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും ആകെ വല്ലതായി കഴിഞ്ഞിരുന്നു. പിന്നീട് അലൻ ക്രിസ്റ്റഫറിന്റെ നാനിയെ കാണാൻ പോയി. ഏറെ വേദനയോടെ അക്കാര്യം അവരോടും പറഞ്ഞു. വിവരമറിഞ്ഞതും അവർ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ക്രിസ്റ്റഫറിനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച ആ നാനി മകൻ മരിക്കുന്ന വേദനയോടെ ആ നിമിഷം പൊട്ടിക്കരഞ്ഞു നിന്നു. നാളുകൾ വീണ്ടും മുമ്പോട്ടേക്കൊഴുകി. അലന്റെ ജീവിതം ദുഃഖം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനിരിക്കെയാണ് ഒരു ദിവസം സിറ്റൌട്ടിൽ അലൻ അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്നും ആരോ നടന്നു വരുന്നത് കണ്ടത്. മങ്ങിയ കാഴ്ച കാരണം അടുത്തെത്തിയപ്പോഴേ മുഖം തെളിഞ്ഞു കണ്ടുള്ളൂ. അത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ക്രിസ്റ്റഫർ റോബിൻ ആയിരുന്നു. അവൻ മരണപ്പെട്ടിരുന്നില്ല. വിശ്വസിക്കാൻ പറ്റാതെ അദ്ദേഹം തന്റെ മകനോട് ചോദിച്ചു, നീ ബില്ലി മൂണാണോ? അദ്ദേഹം അവനെ വിളിച്ചിരുന്ന ചെല്ലപ്പേര്. ക്രിസ്റ്റഫർ പറഞ്ഞു, അതേ അച്ഛാ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഡെഫനി ഇറങ്ങി വന്നു. തന്റെ മകനെ ജീവനോടെ കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സന്തോഷം അവരിലെ കാർത്തിരമ്പി എത്തി. ക്രിസ്റ്റഫർ തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അധികം വൈകാതെ ആ വിവരം നാനിയുടെ ചെവിയിലും എത്തി. നാനി ക്രിസ്റ്റഫറിനെ കാണാൻ വന്നു. അവനെ കണ്ടതും ഏറെ സന്തോഷത്തിൽ അവനെ ചേർത്തു പിടിച്ചു. എന്തെന്നില്ലാതെ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം ക്രിസ്റ്റഫറും അച്ഛനും കാടിനകത്തേക്ക് ചുമ്മാ നടക്കാൻ പോയി. പോകുമ്പോ ക്രിസ്റ്റഫർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ യുദ്ധമുഖത്തായിരുന്ന സമയത്ത് വെടിയുണ്ടകൾ തീമഴയായി പെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാള് വിനീതപ്പൂവിലെ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. ആ പാട്ടെന്നെ എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിച്ചു. അതെനിക്കൊരു പുത്തൻ ഉണർവ് തന്നു. അച്ഛൻ കാരണമാണ് ഇതെല്ലാം നടന്നത്. കുട്ടിക്കാലത്ത് ഞാൻ പാടിക്കൊണ്ടിരുന്ന പാട്ടായിരുന്നു അത്. അതെ മോനെ, പക്ഷേ ഞാൻ അത് വിറ്റു. ദുഃഖത്തോടെ അലൻ പറഞ്ഞു. ക്രിസ്റ്റഫർ മറുപടി കൊടുത്തു, ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോ ആളുകളുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. കുട്ടിക്കാലം എന്നാൽ എന്താണെന്നും സന്തോഷമെന്നാൽ എന്താണെന്നും ആ ബുക്ക് എഴുതിയ അച്ഛൻ അവരെ ഓർമ്മിപ്പിച്ചത്. അതൊരിക്കലും ഒരു മോശം പ്രവൃത്തിയല്ല. ഈ കാടും വിന്നിയും എല്ലാം മറ്റുള്ളവരുടേതാകുന്നതിനു മുമ്പ്
നമ്മുടേതായിരുന്നു. ഉടൻ അലൻ പറഞ്ഞു, ഇതെപ്പോഴും നമ്മുടേത് തന്നെയായിരിക്കും. അവർക്കിടയിലുള്ള പരാതികൾ മറയുകയായിരുന്നു, വേദനകൾ മായുകയായിരുന്നു. തെറ്റിദ്ധാരണകൾക്കപ്പുറം അച്ഛൻ മകൻ സ്നേഹം അവിടെ വീണ്ടും ശക്തമായി മാറി. അവർ തിരികെ വീട്ടിലേക്ക് നടന്നു. സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സായി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അലൻ വിന്നീ ദ പൂ എഴുതുന്നത് നിർത്തിയെങ്കിലും അതിന്റെ പ്രശസ്തി വളർന്നുകൊണ്ടേയിരുന്നു. തന്റെ കഥകളിലൂടെ ലഭിച്ച പണത്തിൽ നിന്ന് തിരിച്ചറിവിന് ശേഷം ഒരു പൈസ പോലും അലൻ പിന്നീട് എടുത്തില്ല. ക്രിസ്റ്റഫർ തന്റെ ജീവിതം മുമ്പോട്ടേക്ക് തുടർന്നു. വിവാഹം കഴിച്ചു, ഒരു ബുക്ക് ഷോപ്പ് ആരംഭിച്ചു. ജ്ഞാനി മരണം വരേക്കും അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി തുടർന്നു. ക്രിസ്റ്റഫറിന്റെ കളിപ്പാട്ടങ്ങൾ ഇപ്പോഴും ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ വർഷവും 7.3 ദശലക്ഷം ആളുകൾ അത് സന്ദർശിക്കാൻ എത്തുന്നു. വിന്നീ ദ പൂ കുട്ടികൾക്കുള്ള എക്കാലത്തെയും മികച്ച പുസ്തകമായി കുറച്ചു നാളുകൾക്ക് മുമ്പ് നടന്ന വോട്ടിംഗിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് രസകരമായ ഈ ഒരു ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.